നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. വരും കാല കേരളം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. 10 വർഷത്തെ LDF ഭരണത്തിന് തുടർച്ച വേണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നു. ആ വലിയ ലക്ഷ്യത്തോടെ ജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ് എങ്ങും കാണുവാൻ കഴിയുന്നത്. എങ്ങും തുടർഭരണത്തിന്റെ സ്പന്ദനങ്ങളാണ്. തിരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റ് ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. CPI-യുടെയും CPIM-ന്റെയും എല്ലാ മന്ത്രിമാരും ജനവധി തേടുന്നുണ്ട്. ഘടകകക്ഷികളുടെ മന്ത്രിമാരായിരിക്കുന്ന KB ഗണേഷ് കുമാറും ഋഷി അഗസ്റ്റിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്നും വീണ്ടും ജനവധി തേടുന്നുണ്ട്. വർഗീയതയെ നേരിടാൻ കഴിവുള്ളവർ, വർഗസമരങ്ങളിലെ മുന്നണി പോരാളികൾ, സാധാരണ ജനതയുടെ കണ്ണീരിലും കിനാവിലും ഒപ്പം നിന്നവർ, എണ്ണമറ്റ സമരങ്ങളിലെ പോരാളികൾ. LDF സ്ഥാനാർത്ഥി പട്ടികയുടെ തിളക്കം ഏറെയാണ്. ഇടതുപക്ഷത്തിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ചരിത്ര ദൗത്യമാണ് 10 കൊല്ലമായി കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന്റെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഏത് മലയാളിക്കും നാട് പുതിയ ഭൂമിയും പുതിയ ആകാശവുമായി മാറിയ കാലം. മലമടക്കുകളിൽ, നഗരങ്ങളിൽ, തീരദേശങ്ങളിൽ, കാർഷിക വ്യാവസായിക മേഖലകളിൽ സംഭവിച്ച മൗലികമായ പരിവർത്തനങ്ങൾ ആർക്കും തൊട്ടറിയാം. ഈ വികസന, ക്ഷേമ, സാമൂഹ്യ സുരക്ഷാ നടപടികൾ LDF ജനമനസ്സുകളിൽ വലിയ ഇടം നേടിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത് ജനങ്ങൾ സ്വയം പറയുന്ന കാര്യമാണ്. അതുതന്നെയാണ് LDFന്റെ പ്രചരണ മുദ്രാവാക്യവും. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന കൂറുമാറ്റങ്ങൾ കാണുമ്പോൾ BJPക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും BJPക്കുള്ള നിക്ഷേപമാണെന്ന വിമർശനം ശരിയെന്ന് അവർ തന്നെ ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് MLA-മാരുടെ വോട്ടിൽ 2 BJP സ്ഥാനാർത്ഥികൾ കൂടിയാണ് രാജ്യസഭയിൽ എത്തിയത്. BJPക്കെതിരായ നിലപാടിൽ സ്വന്തം അംഗങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ, വ്യതിചലനത്തിനെതിരെ ജാഗ്രത കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. ജനങ്ങൾ നൽകിയ വോട്ടും അവർ ഏൽപ്പിച്ച വിശ്വാസവും അധികാരത്തിനും പണത്തിനും വേണ്ടി കോൺഗ്രസ് കളയുന്ന ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 11 കോൺഗ്രസ് MLA-മാരാണ് BJPക്ക് വോട്ട് ചെയ്തത്. ഹരിയാനയിലെ 5ഉം ബീഹാറിലെയും ഒഡീഷയിലെയും 3 വീതവും കോൺഗ്രസ് MLA-മാർ BJPക്ക് വോട്ട് ചെയ്തപ്പോൾ ഹരിയാനയിലെ 4 കോൺഗ്രസ് MLA-മാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കി. ഇത് ആദ്യമല്ല കോൺഗ്രസ് MLA-മാർ BJP സ്ഥാനാർത്ഥികൾക്ക് കൂറുമാറി വോട്ട് ചെയ്യുന്നത്. 2016 ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി RK ആനന്ദിന്റെ തോൽവി ഇക്കൂട്ടത്തിലുണ്ട്. കോൺഗ്രസിന്റെ 12 MLA-മാർ വോട്ട് അസാധുവാക്കിയതിലൂടെ BJP പിന്തുണച്ച സുഭാഷ് ചന്ദ്ര വിജയിച്ചു. 2017 ഗുജറാത്തിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവും സംഘടനാ ജനറൽ സെക്രട്ടറിയും സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനുമായിരുന്ന അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിനും കോൺഗ്രസ് MLA-മാർ കൂട്ടുനിന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 6 MLA-മാർ രാജിവെച്ച് BJPയിൽ ചേർന്നു. 2 MLA-മാർ കൂടി BJP സ്ഥാനാർത്ഥിക്ക് അന്ന് വോട്ട് ചെയ്തു. സാങ്കേതിക കാരണങ്ങളാൽ ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത് കൊണ്ട് മാത്രമാണ് അഹമ്മദ് പട്ടേൽ ജയിച്ചത്. 2024 ഹിമാചൽ പ്രദേശിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വി പരാജയപ്പെട്ടു. അന്ന് 6 കോൺഗ്രസ് MLA-മാരും കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്രരും BJP സ്ഥാനാർത്ഥി ഹർഷ മഹാജനാണ് വോട്ട് ചെയ്തത്. AICCയുടെ നിലവിലെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ തലതിരിഞ്ഞ നിലപാടും BJPക്ക് വേണ്ടിയായിരുന്നല്ലോ. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ആയിരിക്കെ ആലപ്പുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. അതിനാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്വം കാലാവധി തീരുന്നതിന് മുമ്പ് രാജിവെക്കേണ്ടി വന്നു. BJP അംഗത്തിന് രാജ്യസഭയിലെത്താൻ പരവതാനി വിരിച്ചു കൊടുത്തു. BJPയെ എതിർക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനി തന്നെ BJP അംഗത്തിന് സഭയിലെത്താനുള്ള വഴി ഒരുക്കി കൊടുത്തു. അധികാരത്തിനായി മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയും ഏതു വർഗീയ ശക്തികളുമായും ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.